ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് തക്കാളിച്ചാറ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തൊരു ചട്ടിയിലേക്ക് അതിലേക്ക് തന്നെ നമ്മുടെ 2 തക്കാളി നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതൊക്കെ ഒന്നിരുന്ന് പാകത്തിന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരം ചെരുകിയതും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 2 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് വെന്ത് വന്ന തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഈ ഒരു ടൈമിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ചൂടായി നൊര പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് താളിപ്പ് തയ്യാറാക്കണം. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ചേർത്ത് ഇളക്കി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.